Hi everyone, welcome back. ഇന്ന് നമുക്ക് ടെസ്റ്റ് കേസസിൽ എങ്ങനെയാണ് പ്രയോറിറ്റി സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പൊ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ ആണ്. നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനിലെ ടെസ്റ്റ് കേസസ് ഏത് ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് പ്രയോറിറ്റി കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 4 ടെസ്റ്റ് കേസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും സിസ് ഔട്ട് മാത്രമേ ഉള്ളൂ. ആദ്യത്തത് ലോഗിൻ. ഇപ്പൊ നമ്മളൊരു ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് വരുന്നത് ലോഗിൻ എന്നുള്ള മെത്തേഡ് ആയിരിക്കും അല്ലെ. അപ്പൊ ലോഗിൻ എന്നുള്ള മെത്തേഡാണ് ഞാൻ ആദ്യം എഴുതി കൊടുത്തിരിക്കുന്നത്. അതിൽ ഞാൻ ടെസ്റ്റ് അനോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഹോം പേജിൽ എത്തണം. ഹോം പേജിൽ എത്തി അതിനകത്തുള്ള കുറച്ച് ടെസ്റ്റ് കേസസ് ആണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ദെൻ അത് കഴിഞ്ഞിട്ട് ഹോം പേജിൽ നിന്നാണ് ഞാൻ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതും കഴിഞ്ഞ് ഇതെല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ലോഗ് ഔട്ട് ചെയ്ത് പുറത്തു വരണം. അപ്പൊ ഇതേ ഓർഡറിലാണ് എന്റെ ടെസ്റ്റ് കേസ് ഞാൻ എഴുതി കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു ഡിപ്പെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ എല്ലാത്തിലും ഞാൻ ടെസ്റ്റ് അനോട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഇതേ ഓർഡറിൽ തന്നെ ഞാൻ നേരത്തെ എഴുതിയിട്ടുമുണ്ട്. ഇനി ഞാൻ ഈ 4 ടെസ്റ്റ് കേസിനെ ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങളെ. ഓക്കെ, നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെറിയൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആദ്യം TestNG ബേസിക്സ് മനസ്സിലാക്കുക. പിന്നെ നമുക്ക് ടെസ്റ്റ് കേസസ് അതിനുള്ളിൽ ഫില്ല് ചെയ്യാം. തൽക്കാലം നിങ്ങൾക്ക് സിസ് ഔട്ട് മതിയാവും. അപ്പൊ എക്സിക്യൂഷൻ കഴിഞ്ഞു. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ 4 ടെസ്റ്റ് റൺ ആയിട്ടുണ്ട്. നമ്മൾ കൊടുത്ത സംഭവങ്ങളൊക്കെ ഇവിടെ പ്രിന്റ് ആയി, കണ്ടോ. പക്ഷേ ഇതിന്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിസൾട്ടിൽ വന്നിട്ട് ഓർഡർ നോക്കാം. ആദ്യം വന്നിരിക്കുന്ന ഹോം പേജ് ആണ്, പിന്നെ ലോഗിൻ, പിന്നെ ലോഗ് ഔട്ട്, പിന്നെ പ്രൊഡക്ട്സ് പേജ്. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ? അതായത് ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് TestNG ബൈ ഡിഫോൾട്ട് ടെസ്റ്റ് കേസസിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഞാൻ കൊടുത്തിരിക്കുന്ന മെത്തേഡിന്റെ നോക്കും ഫസ്റ്റ് ലെറ്റർ ആ ഓർഡർ നോക്കും. ലോഗിൻ, പിന്നെ ഹോം പേജ്. അപ്പോൾ ഫസ്റ്റ് വരേണ്ടത് H ആണ് അല്ലെ. അപ്പൊ ഹോം പേജിന് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ ലോഗിൻ വരും, പിന്നെ നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ആണ്, അത് പിന്നെ എക്സിക്യൂട്ട് ആവത്തില്ല, അതിനു മുമ്പ് ലോഗ് ഔട്ട് എക്സിക്യൂട്ട് ആവും. അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിലാണ് TestNG ബൈ ഡിഫോൾട്ട് എടുക്കുന്നത്. പക്ഷെ അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ലോഗിൻ ആവാതെ എനിക്ക് ഹോം പേജിലോ ഒരു ഫംഗ്ഷനാലിറ്റിയും ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇനി ഹോം പേജിൽ എത്തുന്നതിന് മുൻപ് എനിക്ക് പ്രൊഡക്ട്സ് പേജും ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിനു മുമ്പ് അത് ലോഗ് ഔട്ട് ആയി പോയി, കണ്ടോ. മൊത്തത്തില് എന്റെ ടെസ്റ്റ് കേസുകൾ ഒന്നും വർക്ക് ആവാത്ത അവസ്ഥയിലെത്തും. ഇതിപ്പോ ഒരു സിസ് ഔട്ട് മാത്രം ഉള്ളത് കൊണ്ട് നമുക്കത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. പക്ഷെ ആക്ച്വൽ ലെവൽ റിയൽ സിനാരിയോയിലേക്ക് വരുമ്പോൾ നമുക്കിത് പ്രശ്നമാണ് ആൽഫബറ്റിക്കൽ ഓർഡറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അപ്പൊ നമ്മൾ വിചാരിക്കും ആൽഫബറ്റിക്കൽ ഓർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാം, ABCD എന്ന് പറഞ്ഞ വല്ലതും അങ്ങനെ വല്ലതും എഴുതിയിട്ട് കൊടുക്കാന്ന് വിചാരിച്ചാൽ അത് പ്രോപ്പർ ടെസ്റ്റ് കേസ് നെയിമിങ്ങിന്റെ കൺവെൻഷനിൽ വരുന്നതല്ല. നമ്മൾ ഏത് പേജ് ആണോ ഓട്ടോമേറ്റ് ചെയ്യുന്നത്, അതിൽ ഏത് ഫംഗ്ഷനാലിറ്റി ആണോ അതിന് പ്രോപ്പർ ആയിട്ട് അതിന്റെ പേര് തന്നെ കൊടുത്തിട്ട് വേണം നമ്മൾ ടെസ്റ്റ് കേസസിൽ മെത്തേഡുകളുടെ നെയിമുകൾ ക്രിയേറ്റ് ചെയ്യാൻ. അല്ലാതെ TestNGക്ക് വേണ്ടിയിട്ട് നമ്മുടെ മെത്തേഡിന്റെ പേരുകളോ ഈ ടെസ്റ്റ് കേസിന്റെ പേരുകളോ ഒന്നും നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോഴാണ് പ്രയോറിറ്റി കീവേഡ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രയോറിറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന്റെ ഓർഡർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന് നിങ്ങൾ ടെസ്റ്റ് അനോട്ടേഷന്റെ ഒപ്പം അനോട്ടേഷന്റെ കൂടെ വരുന്ന കീവേഡാണ് പ്രയോറിറ്റി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. പ്രയോറിറ്റി ഈസ് ഈക്വൽ ടു 1. അടുത്തത് പ്രയോറിറ്റി ഈസ് ഈക്വൽ ടു 2. അങ്ങനെ നിങ്ങൾക്ക് ഏത് ഓർഡറിലാണോ വേണ്ടത് ആ ഓർഡറിൽ ഇവിടെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ കോപ്പി എടുക്കാം. ഇനി ഇവിടെ പ്രയോറിറ്റി 3, ഇവിടെ പ്രയോറിറ്റി 4, ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നോക്കിയാലോ. റിസൾട്ട് നോക്കാം. ഓക്കെ, ഇപ്പൊ കറക്റ്റ് അല്ലേ. ആദ്യം ലോഗിൻ എക്സിക്യൂട്ട് ആയി, പിന്നെ ഹോം പേജിലെത്തി, ഹോം പേജിൽ നിന്ന് പ്രൊഡക്ട്സ് പേജിൽ പോയി, ദെൻ ലോഗ് ഔട്ട് ആയി. അപ്പൊ ഇതാണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ പ്രയോറിറ്റിയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ, 1 അല്ല. 0 തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ടെസ്റ്റ് കേസസ് ചിലപ്പോൾ നമ്മൾ പ്രയോറിറ്റിയുടെ നമ്പർ വെച്ചിട്ട് ചില സമയത്ത് കൗണ്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ടിട്ടാണ് 1 എന്ന് സ്റ്റാർട്ട് ചെയ്തത്. 0 ആണ് ഡിഫോൾട്ട്ലി, അത് സ്റ്റാർട്ട് ചെയ്യുന്ന വാല്യൂ 0 ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ കൊടുത്താലും ഇത് വർക്കാവും. 0 തൊട്ട് നിങ്ങൾക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് 1 2 3 വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾ ഈ ടെസ്റ്റ് കേസ് ഇതേ ഓർഡറിൽ എഴുതിയില്ലാന്ന് വിചാരിക്കും. നിങ്ങൾ ഇതിപ്പോ കൊണ്ടുവന്ന് താഴെ കൊണ്ടുവന്ന് എഴുതി, അതൊന്നും ഇതിന് ബാധകമല്ല. ഇതിപ്പോ ഇത് ഇവിടെ നിന്ന് കട്ടായി ഏറ്റവും താഴെയാണ് 0 പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തത്. അത് ഇതിന്റെ ഓർഡർ നിങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് വിഷയമല്ല, ഈ നമ്പർ മാത്രമാണ് TestNG ചെക്ക് ചെയ്യുക. ഇനി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്താലും ലോഗിൻ ആദ്യം തന്നെ എക്സിക്യൂട്ട് ആവത്തുള്ളൂ. ഓക്കെ,
അപ്പൊ നിങ്ങൾ എഴുതി കൊടുക്കുന്ന ഓർഡറുമായിട്ട് അതിന് യാതൊരുവിധ ബന്ധവുമില്ല. കണ്ടോ, ലോഗിൻ ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങൾ ലാസ്റ്റ് ആണ് ലോഗിൻ കൊടുത്ത് പ്രയോറിറ്റി 0 വെച്ചിട്ട് ഞാനിത് ലാസ്റ്റ് കൊണ്ടൊന്ന് എഴുതി. ബട്ട് അതുമായിട്ട് ബന്ധമൊന്നുമില്ല. ലോഗിൻ തന്നെ ഫസ്റ്റ് എക്സിക്യൂട്ട് ആയി, പിന്നെ ഹോം പേജ്, പ്രൊഡക്റ്റ് പേജ്, ലോഗ് ഔട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് TestNG പ്രയോറിറ്റി എന്നുള്ള കീവേഡിന്റെ യൂസ്. ഓക്കെ, താങ്ക് യു.